കേരളത്തെ സംബന്ധിച്ച് ഒരു സംസ്കാരമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസ സമൂഹത്തിന് വേണ്ടിയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത്. അവിടെയും രാഷ്ട്രീയം കളിക്കുകയായിരുന്നു. എന്തുകൊണ്ട് പലപ്പോഴും മുഖ്യമന്ത്രി നൽകുന്ന അടിയന്തര പ്രമേയത്തിലൊക്കെ ചർച്ചയ്ക്ക് വിധേയം താല്പര്യം കാണിക്കുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ സ്പീക്കർ എന്തുകൊണ്ടെന്ന് തയ്യാറായില്ല? ഇതൊരു പൊതു വിഷയമല്ലേ? ഇതൊരു സംസ്കാരമല്ലേ? ഒരു സന്ദേശമല്ലേ? പിന്നെ എൻ്റെ ഇടതുപക്ഷ സുഹൃത്ത് ഇവിടെ ഒരു കാര്യം പറഞ്ഞു, വിശ്വാസമുള്ളവരുണ്ട്, വിശ്വാസം ഇല്ലാത്തവരുണ്ട് CPM-ൽ. എനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ? ഒരു ലോക്കൽ കമ്മിറ്റിയിൽ ഇത്ര പേർ വിശ്വാസമുള്ളവർ, ഇത്ര പേർ വിശ്വാസമില്ല. ഏരിയ കമ്മിറ്റിയിൽ ഇത്ര പേർ, ബ്രാഞ്ച് കമ്മിറ്റിയിൽ, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റിയിൽ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ? അറിയില്ല. ഇവിടെ നിങ്ങൾ അമ്പലങ്ങളിൽ പോകുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല. നിങ്ങൾ പോകുന്നത് വോട്ട് ബാങ്ക് കണക്കാക്കിയാണ്. പിന്നെ ഇടതുപക്ഷ സുഹൃത്ത് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ 100% സമ്മതിക്കും. അത് ഒരു കാര്യം പറഞ്ഞു, ഇവിടുത്തെ കേരളത്തിലെ അമ്പലങ്ങൾ, നമുക്ക് കേരളത്തിലെ ക്ഷേത്രങ്ങളെ പറയാം, ഇപ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് RSS BJP. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് ഒരു സത്യമാണ്. കോടിമരത്തിൽ മാത്രമേ ഇനി കൊടി കെട്ടാനുള്ളൂ, മുഴുവൻ കാവ്യവൽക്കരിക്കുകയാണ്. അതിൻ്റെയും പുറകിലൊരു രാഷ്ട്രീയ അജണ്ടയാണ്. ഈ ക്ഷേത്രം ഉത്സവം നടത്തുന്നത് ഞങ്ങളാണ്. ഈ പണം അവരുടെ മാത്രമല്ലല്ലോ, ഈ കൊടി കെട്ടുന്നവരുടെ മാത്രമല്ലല്ലോ. കാവ്യവൽക്കരിക്കുന്നത് തെറ്റില്ല. ആ കാവ്യയിൽ ദൈവങ്ങളുടെ ചിഹ്നം അടിച്ചുകൊണ്ട് കെട്ടിക്കോട്ടെ. പക്ഷെ അവിടെ ഒരു ഹിഡൻ അജണ്ട അവിടുത്തെ സംഘാടകർക്കുണ്ട്. പല അമ്പലങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ റോഡ് മുഴുവൻ കൊടിതോരണങ്ങളാണ്. എന്ന് വെച്ചാൽ ഞങ്ങളാണ് ഈ അമ്പലം നടത്തുന്നത്, ഉത്സവം നടത്തുന്നത് ഞങ്ങളാണ്. പക്ഷെ പണം സമാഹരിക്കുന്ന ആ ചിന്തയില്ല. ഈ കാവിക്കൊടി കെട്ടുന്നവർക്ക് ഈ പണം സമാഹരിക്കുമ്പോൾ അങ്ങനെ നോട്ടീസ് വെക്കണമായിരുന്നു. എല്ലാവരുടെയും പണം സ്വരൂപിച്ച് ആ പണം ഉപയോഗിച്ച് കാവി, അത് തെറ്റ് തന്നെയാണ്. അത് അദ്ദേഹം സത്യമാണ്. പക്ഷേ ഇന്നത്തെ വിഷയം, ഇവിടെ നടക്കുന്ന ചർച്ച റോഡിൽ കെട്ടുന്ന കൊടിയെക്കുറിച്ചല്ല. അത് തെറ്റെന്ന് തന്നെ ഞാൻ 100% പറഞ്ഞു. അതിനെക്കുറിച്ചല്ല. അത് CPM കെട്ടുന്നോ അല്ലെങ്കിൽ അത് കെട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മുടെ ഉത്സവപ്പറമ്പിനകത്തുള്ള, ക്ഷേത്രത്തിനകത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിനകത്ത് DOI അങ്ങനെ RSS BJP കാണിച്ചിട്ട് എനിക്കറിയില്ല. അതിനകത്ത് LED ബൾബിട്ട് കൊടി കാണിക്കുകയാണ്, ചുവപ്പ് മയം കാണിക്കുകയാണ്, ചിഹ്നം കാണിക്കുകയാണ്. അതൊക്കെ പോട്ടെ, ഗായകൻ പാടുക ഇൻക്വിലാബ് സിന്ദാബാദ്. എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ഈ ചർച്ചയിൽ പഴക്കുന്ന ഇടതുപക്ഷ സുഹൃത്ത് ആങ്കർ ചോദിച്ചു, ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നല്ലോ, ഇനി ഇത് ആവർത്തിക്കില്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ എഴുതി ഒപ്പിട്ട് തരണോ? ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നിങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുക്കണ്ട. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഇത് ആവർത്തിക്കും എന്നല്ല അദ്ദേഹം ചോദിച്ച ഉത്തരം പറയുന്നില്ലെങ്കിൽ, ഇത് ആവർത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാന സമ്മേളനം നടന്ന കൊല്ലത്ത് അവിടെ വെച്ച് ബുക്ക് ചെയ്തതാണ് ഈ ഗായകനെ. ഈ അലക്സിയെ അവിടുത്തെ സംഘാടകർ അവിടെ വെച്ച് ബുക്ക് ചെയ്തതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ പാട്ട് കേട്ടവർ, ആ സംസ്ഥാന സമ്മേളനത്തിൽ കേട്ടവരാണ് അത് ഒന്നുകൂടി ഇവിടെ പാടാൻ ആവശ്യപ്പെട്ടത്. അവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, കേൾവിക്കാരാണ് ആവശ്യപ്പെട്ടത്. ശരിയാണ്. അവിടെ കേട്ടവർ ആ പാട്ട് ഒന്നുകൂടി കേൾക്കാൻ ആവശ്യപ്പെട്ടിരിക്കാം. അത് പാടാമോ? അത് പാട്ട് സമ്മേളനമാണോ? ഇൻക്വിലാബ് സിന്ദാബാദ് വിളിക്കുക, ചിഹ്നം കാണിക്കുക, DYFയുടെ കൊടി കാണിക്കുക, CPM കൊടി കാണിക്കുക, ചിഹ്നം. ഇത് ക്ഷേത്രങ്ങളൊക്കെ ഒരു കാര്യം പറയാം, വിശ്വാസികളുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുന്ന രീതിയിലാണ്. അടുത്ത ഉത്സവത്തിന്, ഈ വർഷത്തെ ഉത്സവത്തിന് വന്നവരെല്ലാം വരുമോ? കേരളത്തിലെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വിഷയങ്ങൾ അപ്പം ഇടപെടുന്ന പ്രതിപക്ഷ നേതാവ് ഈ വിഷയം സമൂഹത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇതാരെങ്കിലും ചർച്ച ചെയ്യപ്പെടുമോ? അടുത്ത വർഷം ഇൻക്വിലാബ് സിന്ദാബാദ് എന്നല്ല, ചിലപ്പോൾ പറഞ്ഞതുപോലെ കൊടിമരത്തിൽ CPM-ന്റെ കൊടി കെട്ടുന്ന അവസ്ഥയിലേക്ക് പോകും. നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രദേശം കടയ്ക്കൽ, അവിടെ ഒരു പാട്ട് ഗ്രാമമാണ്. അവിടെ ഈ പാട്ട് ഗ്രാമത്തിലുള്ള ആൾക്കാർ ആവശ്യപ്പെട്ട പാടുമോ? സത്യം പറഞ്ഞാൽ ഈ അലക്സി ഗായകൻ ചെയ്തത് ഏറ്റവും വലിയ കുറ്റകരമാണ് ചെയ്തത്. ഈ പാട്ട് പാടാൻ പാടത്തില്ലെന്ന് ഞാൻ ചോദിക്കട്ടെ, ഉത്സവ പറമ്പിലെ സ്റ്റേജിനകത്ത് കയറി ഇൻക്വിലാബ് സിന്ദാബാദ്, കഴിഞ്ഞ വർഷം അതുപോലെ ബലികുടീരങ്ങളെ ഇവരിങ്ങനെ സ്ഥിരമായി ഇതൊരു വെച്ച് ഓരോരോ അടുത്ത വർഷം പാടും. കാട്രാക്കട മുരുകൻ്റെ പാട്ടുണ്ടല്ലോ, മനസ്സു മാറണം മനുഷ്യരാകണം, അതായിരിക്കും അടുത്ത വർഷം പാടുന്നത്. ഇത് ഞാൻ ഒരു കാര്യം, ഞാനൊരു ഭയങ്കര ദൈവവിശ്വാസിയാണ്. ദൈവവിശ്വാസികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് കടക്കൽ ക്ഷേത്രത്തിൽ കാണിച്ചത്. ഇത് നിങ്ങൾ ആവർത്തിക്കരുത് എന്ന് പറയുമ്പോൾ എഴുതി ഒപ്പിട്ട് തരാൻ പറയുന്നത് നിന്നയാണ്. നിങ്ങൾക്ക് ഗുരുവായൂർ പോയി രഹസ്യമായി പൂമുടൽ നടത്താം അല്ലേ? അമ്പലങ്ങളിൽ ഭാര്യമാരെ അയച്ച് പൂജകൾ നടത്താം അല്ലേ? പക്ഷേ ക്ഷേത്ര ആചാരങ്ങൾക്കെതിരാണ് നിങ്ങൾ കാണിക്കുന്നത്. അതിന് കോടതി ഇടപെടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ, ഞാൻ എൻ്റെ അഭിഭാഷകനാണ്, സത്യം പറഞ്ഞാൽ വേദനിക്കുന്നു. ഈ വിഷയങ്ങൾ കോടതിക്ക് ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വരുന്നത്, അത് കേരളത്തിലെ ജനസമൂഹം ഇതിന് മാപ്പ് തരും.